ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ജീവിതത്തിൽ പാപങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ നമ്മെ എല്ലാ ദിവസവും പരീക്ഷിക്കുന്നുണ്ട്. മൊബൈൽ, ഇൻ്റർനെറ്റ്, സൊസൈറ്റി അങ്ങനെ മറ്റു പല സാഹചര്യങ്ങളും നമ്മെ തെറ്റിലേക്ക് വലിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു നമ്മെ കൈവിടുന്നില്ല. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അള്ളാഹു തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പാപത്തിൽ വീഴാതെ നിൽക്കാനുള്ള 5 മാർഗങ്ങൾ. 1. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ. ഹൃദയം ശൂന്യമായാൽ പാപം അതിലേക്ക് കടക്കാൻ എളുപ്പമാകും. ഖുർആനിലൂടെ അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ ഹൃദയങ്ങൾ സമാധാനം നേടുന്നു. ഇതിലൂടെ നാം പഠിക്കേണ്ടത് ദിവസവും അസ്തഗ്ഫിറുല്ലാ പറയുക, രാവിലെയും വൈകുന്നേരവും അദ്കാർ പതിവാക്കുക, ഖുർആൻ പാരായണം കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുക. 2. നല്ല സുഹൃത്തുക്കൾ. നല്ല സുഹൃത്തുക്കൾ എന്നത് നിങ്ങളെ സ്വാലിഹിലേക്കും ഖുർആനിലേക്കും കൊണ്ടുപോകുന്നു. ചീത്ത കൂട്ടുകാരെന്നത് നിങ്ങളെ പാപത്തിലേക്ക് വലിക്കുന്നവരാകുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആരുടെ കൂടെയാണെന്ന് പരിശോധിക്കുക. അവർ അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ടോ അതോ അകലുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. 3. സ്വലാത്ത്. ഖുർആനിലൂടെ പറയുന്നു, സ്വലാത്ത് അനാചാരവും തെറ്റും തടയുന്നു. ദിവസത്തിൽ 5 പ്രാവശ്യമെങ്കിലും നമ്മെ റിമൈൻഡ് ചെയ്യുന്ന ഒന്നാണ് നമസ്കാരം. നീ അള്ളാഹുവിൻ്റെ ദാസനാണെന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കാൻ അതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലൂടെ മനസ്സിലാകുന്നത്, നാം കൃത്യസമയത്ത് മുടങ്ങാതെ നമസ്കാരം പതിവാക്കുക. ഫർള് നമസ്കാരവും സുന്നത്ത് നമസ്കാരവും മുടക്കാതെ ശീലമാക്കുക. 4. ലജ്ജ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലജ്ജ എന്നത് വിശ്വാസത്തിൻ്റെ ഒരു ശാഖയാണ്. ലജ്ജയില്ലാത്ത ഹൃദയം പാപത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെന്നെത്തുന്നു. നാം പഠിക്കേണ്ടത് നമ്മുടെ കണ്ണ് താഴ്ത്തുക, അതായത് പാപങ്ങളും മറ്റു തെറ്റുകുറ്റങ്ങളിലേക്കും പോകാതെ നമ്മെ തന്നെ നിയന്ത്രിക്കുക. നമുക്കറിയാം, ഇന്ന് ഭൂരിഭാഗം പേരും ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. അതിലെ കണ്ടൻസ് ഹറാമായതും ഹലാലായതും നമുക്ക് കാണാം. അതിൽ ഹറാം കണ്ടൻസ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നാം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നാം ഇടപെടുന്ന ആൾക്കാർ, അത് നമുക്ക് അനാവശ്യമായ ബന്ധം ആണോ എന്ന് നാം പരിശോധിക്കുക. 5. തൗബ. നമ്മൾ പെർഫെക്റ്റ് അല്ല, പലപ്പോഴും നമുക്ക് വീഴ്ചകൾ സംഭവിക്കാം. പക്ഷേ അള്ളാഹു പറയുന്നു, എൻ്റെ ദാസന്മാരെ എൻ്റെ കരുണയിൽ നിരാശരാകരുത്. തൗബയുടെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഹൃദയത്തിൽ ഖേദം തോന്നുക, പാപം ഉപേക്ഷിക്കുക, വീണ്ടും ചെയ്യാതിരിക്കാൻ തീരുമാനമെടുക്കുക. തീർച്ചയായും ചെറിയ നല്ല പ്രവൃത്തികൾ, അതായത് ചാരിറ്റി, പ്രേയേഴ്സ് ഇവയൊക്കെ ചേർത്താൽ അത് നമ്മുടെ പാസ്റ്റ് സിൻസ്, അതായത് കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങൾ അതിനെ മായ്ക്കും. ഫ്രണ്ട്സ്, പാപം നമ്മെ എല്ലായിടത്തും കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഈ 5 മാർഗങ്ങൾ നമ്മെ തീർച്ചയായും അതിൽ നിന്നും രക്ഷിക്കും. ഇവ പാലിച്ചാൽ ജീവിതം സമാധാനത്തിലും അള്ളാഹുവിൻ്റെ സ്നേഹത്തിലും നിറയും. അള്ളാഹു നമ്മെ എല്ലാവരെയും ഹറാമിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.